ഒളിമ്പിക്സിൽ എനിക്ക് ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഇവന്റുകളിൽ ഒന്നാണ് പോൾ വാൾട്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. 6 മീറ്റർ ഹൈറ്റിലാണ് ഒരാൾ ചാടിയിട്ട് ഒരു ബാർ കടന്നിട്ട് ഒരു ബെഡിലേക്ക് വീഴുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോർട്ടാണ്. ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് ചാടുന്ന ആളുകളെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, അയാൾക്കൊരു സ്പ്രിൻറ്റ് ചെയ്യുന്ന ആളുടെ അതുപോലെ തന്നെ നന്നായിട്ട് ഓടാൻ കഴിയണം. ഒരു ലോങ് ജമ്പോ ഹൈ ജമ്പോ ചാടുന്ന ആൾക്കുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയും അത്ലറ്റിസിസും അയാൾക്ക് വേണം. ഇങ്ങനെ തുടങ്ങി മൾട്ടിപ്പിൾ ഇവന്റുകൾ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്പോർട്ടുകൾ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ കഴിയാം, പോൾ വാൾട്ടിൽ എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റാം. ഇതിൻ്റെ പിന്നിലുള്ള സയൻസിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ പോൾ വാൾട്ട് എന്താണെന്ന് നിങ്ങൾ അഗെയിൻ കണ്ടു. ഇനി അതിൻ്റെ പിന്നിലുള്ള സയൻസിലേക്ക് പോകുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു അപ്രോച്ച് റൺ ഉണ്ടായിരിക്കും. അത്യാവശ്യം നല്ല സ്പീഡിൽ പോളും കൊണ്ട് ഇയാൾ ഓടി വരും. പിന്നെ അത് ഒരു പോയിന്റിൽ എന്ത് ചെയ്യും, അത് പ്ലാന്റ് ചെയ്യും. അതിനുശേഷമാണ് ടേക്ക് ഓഫ് നമുക്ക് കാണാൻ സാധിക്കുക. ആ ടേക്ക് ഓഫിൻ്റെ ഇടയിൽ തന്നെ ഇയാൾ സ്വിങ് അപ്പ്, അയാൾ എന്ത് ചെയ്യും, നേരെ അപ്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ബാർ ക്രോസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ബാർ ക്രോസ് ചെയ്തിട്ട് ലാൻഡിംഗ് മാറ്റിലേക്ക് വീഴുകയാണ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഇന്നത്തെ വേൾഡ് റെക്കോർഡ് എത്രയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതാണ്. എബവ് 6 മീറ്റർ ആണ് കറന്റ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ആക്ച്വലി എന്ത് ചെയ്യാണ്ട് ചിന്തിക്കാനുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് മാത്രമല്ല, എങ്ങനെ ഇത്രയും ഹൈറ്റിലേക്ക് ഈ ഒരു വേൾഡ് റെക്കോർഡ് ഉയർന്നു എന്നുള്ളതും കൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റാണ്. ഇതിൻ്റെ പിന്നിലുള്ള ഫിസിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഏതൊരു മൂവിങ് ഒബ്ജക്റ്റിനും കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ട് ഇയാൾ ഓടി വരുന്ന സമയത്ത് ഇയാളുടെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെ ഈ അത്ലറ്റ് അയാൾക്ക് ഓടാൻ കഴിയുന്ന ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള സ്പീഡിലാണ് ഓടിയെത്തുക. ആ കൈനറ്റിക് എനർജി എന്ത് ചെയ്യാൻ പോവാണ്, ഈ പോൾ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ വെർട്ടിക്കലായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോൾ ബെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കൈനറ്റിക് എനർജി മുഴുവൻ ആ പോളിലെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുകയാണ്. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഈ അത്ലറ്റിൻ്റെ കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. ആ മുഴുവൻ എനർജിയും എന്തായിട്ട് മാറുകയാണ്, അതിനുള്ള ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുകയാണ്. അതിനുശേഷം അത് റിലീസ് ചെയ്യുന്ന സമയത്ത് ആ പോളിൻ്റെ കൂടെ നമ്മുടെ അത്ലറ്റ് മുകളിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കറിയാം, ഏതൊരു ഒബ്ജക്റ്റ് നമ്മൾ ഹൈറ്റിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന് എന്ത് കിട്ടും, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. സോ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് നമ്മുടെ പോളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി എന്താവുകയാണ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുകയാണ് ഏറ്റവും ടോപ്പിലെത്തുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു എനർജി കൺവേർഷനാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. ആദ്യം ഓടുന്ന സമയത്ത് കൈനറ്റിക് എനർജി, പിന്നെ അത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആവുന്നു, ആൻഡ് ഫൈനലി അത് എന്താവുന്നു, പീക്ക് പോയിന്റിലെത്തുന്ന സമയത്ത് മാക്സിമം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഇത് മാറുകയാണ്. ഈ ഒരു എനർജി കൺവേർഷനാണ് ഇതിൻ്റെ പിന്നിലുള്ള ഫിസിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി അയാൾ സേഫ് ആയിട്ട് എന്ത് ചെയ്യും, അപ്പുറത്തുള്ള മാറ്റിലേക്ക് അയാൾ പോവുകയും ചെയ്യും. ആൻഡ് വേറൊരു കാര്യം കൂടെ ഇവിടെ മെൻഷൻ ചെയ്യാനുള്ളത്, ഈ ബാർ ക്രോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ അത്ലറ്റുകളുടെ ബോഡി കേർവ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൽ ഇയാളുടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഈ ബാറിൻ്റെ താഴെയായിരിക്കും. അപ്പോൾ അഗെയിൻ ഇതൊന്നും കൂടെ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് ഇയാൾക്ക് ചാടാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്ഷൻ ഇയാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് പോൾ വാൾട്ടിൻ്റെ പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത്. ഇനി വേൾഡ് റെക്കോർഡിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1930s 40s വരെയൊക്കെ ഒരു 4.75 മീറ്റർ ഒക്കെ ആയിരുന്നു അന്നത്തെ വേൾഡ് റെക്കോർഡ്. പിന്നെ വേൾഡ് വാർ 2ൻ്റെ സമയത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, 1960s മുതൽ അങ്ങോട്ട് ഭയങ്കര വലിയ ജമ്പാണ് എന്തിൽ വന്നിട്ടുള്ളത്, പോൾ വാൾട്ടിൻ്റെ വേൾഡ് റെക്കോർഡ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയ ജമ്പ് വന്നത്? അത്ലറ്റുകളൊക്കെ പെട്ടെന്ന് സൂപ്പർ ഹ്യൂമൻ ആയിട്ട് മാറിയതുകൊണ്ടാണോ? അല്ല, അവർ ഉപയോഗിച്ചിരുന്ന പോളിൻ്റെ മെറ്റീരിയൽ മാറി. ഫൈബർ ഗ്ലാസുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പോൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങി. അത് എക്സ്ട്രീംലി ഫ്ലെക്സിബിൾ ആണ്, ഈ ഒരു പർപ്പസിന് വേണ്ടി ആക്യുറേറ്റ് ആണ്, നന്നായിട്ട് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്ന മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, കൂടുതൽ സ്പീഡിൽ വന്ന് പോള് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റി, ചാടാൻ പറ്റി. നേരെ നിങ്ങൾ നോക്കുക, 4.75 നിന്ന് പിന്നെ അങ്ങനെ ഒറ്റ കയറ്റമാണ് 5.5ൻ്റെ അബോവിലേക്ക് വിത്തിൻ ഫ്യൂ ഇയേഴ്സ് എന്ത് ചെയ്തു, അത് കയറിപ്പോയി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഫൈബർ ഗ്ലാസ് കൊണ്ടുണ്ടാക്കുന്ന പോളിൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കാർബൺ ഫൈബർ കോമ്പോസിറ്റും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് പോള്. അതാണ് കറൻ്റ് ഇപ്പോൾ നമ്മൾ 2000-ൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, 6 മീറ്റർ എബോവിലേക്ക് എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തിയതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു വേൾഡ് റെക്കോർഡ് ഓരോ വർഷവും ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഓരോ വർഷം ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ പിന്നിൽ അത്ലറ്റുകളുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും മാത്രമല്ല, ആക്ച്വലി അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന സയൻസ്, അത് മെറ്റീരിയൽ സയൻസ് ആവാം, അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓവറോൾ സയൻസിൻ്റെ റോള് വളരെ വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഇൻവെൻഷനാണ് ശരിക്കും പോൾ വാൾട്ടിലൊക്കെ ഇത്രയും വലിയൊരു വേൾഡ് റെക്കോർഡിലുള്ള സ്പൈക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആൻഡ് ഇദ്ദേഹമാണ് നമ്മുടെ കറൻറ്റ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരികയാണ്, ആരാണ് ഈ പോൾ വാൾട്ട് എന്ന്, ഈ ഒരു അത്ലറ്റ് ആരാന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരും എത്ര മീറ്ററാണ് കറൻറ്റ് വേൾഡ് റെക്കോർഡ് എന്നുള്ളതും കമൻ്റ് ആയിട്ട് അറിയിക്കുക.